ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ സ്കിൻ കെയർ ആണ് കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇതിനാവശ്യം വേണ്ടുന്നത് ഉലുവയാണ്. എൻ്റെ കൈവശം ഉലുവ പൊടി ഉണ്ടായിരുന്ന കാരണം ഞാൻ അതാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള ഉലുവയാണുള്ളതെങ്കിൽ അത് തലേദിവസമേ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തതിന് ശേഷം രാവിലെ അതൊന്ന് ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നത് പാലാണ്. ഇത് കാച്ചിയ പാലൊന്നുമല്ല, വെറും പച്ചപ്പാലാണ്. ആ പാല് നന്നായിട്ടൊന്ന് ഈ ഉലുവയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉലുവ അരച്ചാണ് എടുക്കുന്നതെങ്കിൽ അതൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുന്നത് കേട്ടോ. ഞാനിപ്പോൾ പൊടിയായത് കാരണം അത് പാലുമായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇത് കുറച്ചധികം പാൽ ഇതിൽ ചേരും. എന്നിട്ട് ഞാനിത് ഫേസിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ. പിന്നെ ഈ ഉലുവയുടെ ഗുണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉലുവയിൽ ഒരുപാടായിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററിയും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കാരണം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഈ ഒരു പാക്ക് യോജിക്കുന്നതാണ്. ഈ ഉലുവയിൽ വേറെ റിയാക്ഷൻ ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തത് കാരണം നമുക്കിത് കണ്ണിന് താഴെയൊക്കെ അപ്ലൈ ചെയ്യാമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതുപോലെ ഇത് ഞാൻ ഉപയോഗിച്ചെടുത്തോളം എനിക്ക് മനസ്സിലായത് നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്തനിങ് എഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഈ പാക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദേ മുഖത്ത് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യണമെന്നില്ല. ആഴ്ചയിൽ 2 തവണയൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഏത് സ്കിൻ കെയർ ചെയ്യുമ്പോഴും അതൊരു റെഗുലറായിട്ട് ചെയ്യാനായിട്ട് സ്കിന്നിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ റെഗുലറായിട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളെ ഫേസിൽ കാണുള്ളൂ. അപ്പോൾ ദേ ഞാനിത് നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫേസ് പാക്കുകൾ പോലെയല്ല, ഉലുവ ഫേസ് പാക്കിന് കുറച്ചൊരു ബാഡ് സ്മെല്ലുണ്ട് കേട്ടോ. ആ ഒരു ബാഡ് സ്മെല്ല് ജസ്റ്റ് ഇഗ്നോർ ചെയ്തേക്കാം. അതുപോലെ തന്നെ ഇതിനൊരു ആൻറ്റി ഏജിങ് എഫക്റ്റ് ഉള്ളത് കാരണം 30+ ഏജ് ഗ്രൂപ്പിലുള്ളവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സ്കിന്ന് ടൈറ്റനിങ്ങിനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ഞാനത് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു. ബാക്കി വന്നത് ഞാൻ എൻ്റെ കയ്യിലൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴുത്തിലൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സാധാരണ മറ്റ് പാക്കുകൾ പോലെയല്ല കേട്ടോ. ഇതൊന്ന് സ്കിന്നിൽ അബ്സോർബായി ഡ്രൈ ആയി വരാനായിട്ട് കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും എടുക്കും. അത്ര നേരം വെച്ചിരിക്കുമ്പോൾ മാത്രമേ അത് നല്ലൊരു എഫക്റ്റ് തരുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ അത്ര നേരമൊന്നും വെച്ചിരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ഒരു 20 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഞാനത് വാഷ് ചെയ്യാണ്. ചെറുതായിട്ട് ഡ്രൈ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല മാറ്റം ഫേസിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടാനൊക്കെ മാറി ഫേസിൽ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കത് കഴുകി കളഞ്ഞപ്പോൾ സ്കിന്നൊക്കെ നല്ല സ്മൂത്തനിങ് ആയ പോലെയും അതുപോലെ നല്ലൊരു ക്ലെൻസിങ് ഫീലും ഒക്കെ തോന്നിയേ. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.